ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നവോത്ഥാനത്തിലെ ഒരു മോക്ക് ടെസ്റ്റാണ്. നവോത്ഥാനത്തിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യുകയാണ്. ഇത് നവോത്ഥാനത്തിൻ്റെ 4ാമത്തെ മോക്ക് ടെസ്റ്റാണ് കേട്ടോ. പാർട്ട് 4 ആണ്. ഇതിനു മുൻപ് 3 പാർട്ടുകൾ നമ്മൾ ചെയ്ത് പ്ലേലിസ്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലും കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആൻസറുകൾ കമൻറ്റ് ചെയ്തിരിക്കണം. ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും ആൻസർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഖുർആൻ പരിഭാഷ പ്രസിദ്ധപ്പെടുത്തിയ വക്കം മൗലവിയുടെ പത്രമേത്? ഖുർആൻ പരിഭാഷ പ്രസിദ്ധപ്പെടുത്തിയിരുന്ന വക്കം മൗലവിയുടെ പത്രം ഏതാണ്? ഖുർആൻ പരിഭാഷ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വക്കം മൗലവിയുടെ പത്രം ഏത് എന്നുള്ളതാണ്. മുസ്ലിം, സ്വദേശാഭിമാനി, അൽ ഇസ്ലാം, ദീപിക എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഏതാണ് വക്കം മൗലവിയുടെ ഖുർആൻ പരിഭാഷ പ്രസിദ്ധപ്പെടുത്തിയ വക്കം മൗലവിയുടെ പത്രം എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണോ? അതുപോലെ തന്നെ സ്വാമി ആഗമാനന്ദയാണോ? സ്വാമി ആനന്ദതീർത്ഥനാണോ? അതല്ല വാഗ്ഭടാനന്ദനാണോ പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്നതാണ് ചോദ്യം. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? മൂന്നാമത്തെ ചോദ്യം. ഡോക്ടർ പൽപ്പു ജനിച്ചത് ഏതു വർഷമാണ്? 1863, 1853, 1896, 1889. ഡോക്ടർ പൽപ്പു ജനിച്ചത് ഏത് വർഷമാണ് എന്നുള്ളതാണ് ചോദ്യം. നാലാമത്തെ ചോദ്യം. സാധുജന പരിപാലന യോഗത്തിന്റെ മുഖപത്രമേത്? അമൃതവാണി, ശിവയോഗവിലാസം, അഭിനവ കേരളം, സാധുജന പരിപാലിനി എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സാധുജന പരിപാലന യോഗത്തിന്റെ മുഖപത്രം ഏത് എന്നുള്ളതാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം. രാമായണം സുന്ദരകാന്ഡം എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു, തൈക്കാടയ്യ ഗുരു, കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ എന്നിങ്ങനെ 4 ഓപ്ഷൻ. അഞ്ചാമത്തെ ചോദ്യമാണ്. രാമായണം സുന്ദരകാന്ഡം എന്ന കൃതി രചിച്ചത് ആരാണ്? ഏത് സാമൂഹിക പരിഷ്കർത്താവാണ്? ഏത് നവോത്ഥാന നായകനാണ്? ഗുരുവാണോ, തൈക്കാടയ്യയാണോ, കുമാരനാശാനാണോ, ചട്ടമ്പി സ്വാമിയാണോ എന്നുള്ളതാണ് ചോദ്യം. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാര്? എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്, നിങ്ങൾക്ക് അറിയുന്ന ഒരു ചോദ്യമാണ്. തൈക്കാടയ്യുണ്ട്, ചട്ടമ്പി സ്വാമി, വൈകുണ്ഠസ്വാമി, അതുപോലെ തന്നെ അയ്യങ്കാളി എന്നിങ്ങനെ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആര്? ബ്രഹ്മവിദ്യാ പഞ്ചകം കൃതി രചിച്ചത് ആരാണ്? ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യാഗുരു, തൈക്കാടയ്യ ഗുരു, കുമാരനാശാൻ എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏഴാമത്തെ ചോദ്യമാണ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യം. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അധകൃതർ, ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ടി.കെ. മാധവൻ, കെ.പി. വള്ളോൻ, അയ്യത്താൻ ഗോപാലൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓക്കെ, അധികൃതരും ഹരിജനും ഈ മാസികകൾ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ടി.കെ. മാധവൻ, കെ.പി. വള്ളോൻ, അയ്യത്താൻ ഗോപാലൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഒൻപതാമത്തെ ചോദ്യം. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആര്? ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി, തൈക്കാടയ്യ ഗുരു, കുമാരനാശാൻ. മോക്ഷപ്രദീപമാണ് ചോദിച്ചത്.
മോക്ഷപ്രദീപ ഖണ്ഡനമുണ്ട്. ഇതിപ്പോൾ മോക്ഷപ്രദീപമാണ്. ആരാണ് എന്നുള്ളത് എഴുതുക. 10ാമത്തെ ചോദ്യം, 1917 ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹേബ പട്ടം നൽകി ആദരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്നതാണ് ചോദ്യം. 1917 ബ്രിട്ടീഷ് ഗവൺമെന്റ് റാവു സാഹേബ പട്ടം നൽകി ആദരിച്ച നവോത്ഥാന നായകൻ വക്കം മൗലവി, കുമ്പളത്ത് ശങ്കുപിള്ള, അയ്യത്താൻ ഗോപാലൻ, KP വള്ളോൻ എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം, പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാര്? അയ്യങ്കാളി, കുറുമ്പൻ ദൈവത്താൻ, അയ്യത്താൻ ഗോപാലൻ, ആനന്ദ തീർത്ഥൻ എന്നിങ്ങനെയാണ് ഓപ്ഷൻ. പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ 11ാമത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം, 1917 ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവാര്? മിതവാദി ശ്രീകൃഷ്ണൻ, KP കേശവമേനോൻ, TK മാധവൻ, K കേളപ്പൻ. 12ാമത്തെ ചോദ്യമാണ്. ഓക്കെ, 1917 ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. 13ാമത്തെ ചോദ്യം, PSC രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? PSC രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം, വിമോചന സമരം, പാലിയം സത്യാഗ്രഹം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. PSC രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏത് എന്നുള്ളതാണ് ചോദ്യം. 14ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? TK മാധവൻ, AK ഗോപാലൻ, ബാരിസ്റ്റർ GP പിള്ള, K കേളപ്പൻ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻ. 15ാമത്തെ ചോദ്യം, ആത്മബോധോദയ സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാര്? ആത്മബോധോദയ സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാര്? ആഗമാനന്ദ സ്വാമികൾ, ആനന്ദ തീർത്ഥൻ, വാഗ്ഭടാനന്ദൻ, ശുഭാനന്ദ ഗുരുദേവൻ എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. 16ാമത്തെ ചോദ്യം, പട്ടിണി ജാഥ സംഘടിപ്പിച്ച നേതാവാര്? 16ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ VT ഭട്ടതിരിപ്പാട്, AK ഗോപാലൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓപ്ഷൻ വന്നിട്ടുള്ളത്. 17ാമത്തെ ചോദ്യം, കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്ന കേരളത്തിലെ നേതാവാര്? കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്ന കേരളത്തിലെ നേതാവാര് എന്നതാണ് ചോദ്യം. പട്ടം താണുപിള്ള, C കേശവൻ, K കേളപ്പൻ, AK ഗോപാലൻ എന്നിങ്ങനെയാണ് ഉത്തരങ്ങൾ ഓപ്ഷൻ തന്നിട്ടുള്ളത്. എന്താണ്? കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്ന നേതാവ് ആരാണ്? 18ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്? 36 നവംബർ 12, 30 മാർച്ച് 12, 24 മാർച്ച് 30, അതുപോലെ തന്നെ 25 നവംബർ 23 എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. 19ാമത്തെ ചോദ്യം, നിവർത്തന പ്രക്ഷോഭം എന്ന പേര് നിർദ്ദേശിച്ചതാര്? പനമ്പള്ളി ഗോവിന്ദമേനോൻ, IC ചാക്കോ, AK ഗോപാലൻ, പട്ടം താണുപിള്ള. ഓക്കെ, 19ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. അപ്പോൾ മലയാളി ഈഴവ മെമ്മോറിയലുകൾ സമർപ്പിക്കപ്പെട്ടത് ഏത് രാജാവിനാണ്? ഓക്കെ, ആർക്കാണ് മലയാളി ഈഴവ മെമ്മോറിയലുകൾ സമർപ്പിക്കപ്പെട്ടത്? മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പരിശോധിക്കാൻ പോവുകയാണ്. ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പരിശോധിക്കാൻ പോവുകയാണ്. ആദ്യം ഖുർആൻ പരിഭാഷ പ്രസിദ്ധപ്പെടുത്തിയ വക്കം മൗലവിയുടെ പത്രം ഏത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ നോക്കുക. മുസ്ലിമാണോ, സ്വദേശാഭിമാനിയാണോ, അൽ ഇസ്ലാമാണോ? ദീപികയാണ് കേട്ടോ, ദീപികയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഖുർആൻ പരിഭാഷപ്പെടുത്തിയ വക്കം മൗലവിയുടെ പത്രമാണ് ദീപിക. രണ്ടാമത്തെ ചോദ്യം, പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാര് എന്ന് ചോദിച്ചാൽ സ്വാമി ആഗമാനന്ദയാണ് കേട്ടോ, സ്വാമി ആഗമാനന്ദയാണ്. ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം.
പ്രബുദ്ധ കേരളം, സ്വാമി ആഘമാനന്ദ. മൂന്നാമത്തെ ചോദ്യം, ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 നാലാമത്തെ ചോദ്യം, സാധുജന പരിപാലന യോഗത്തിന്റെ മുഖപത്രം ഏത്? സാധുജന പരിപാലിനി. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം, രാമായണം സുന്ദരകാന്ഡം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവാര് എന്നതാണ് ചോദ്യം. ഉത്തരം തൈക്കാടയ്യ ഗുരുവാണ്. ആറാമത്തെ ചോദ്യം, സമ്പൂർണ്ണത്തേവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ്ണത്തേവൻ എന്നറിയപ്പെടുന്നത്. ബ്രഹ്മവിദ്യാപഞ്ചകം എന്ന കൃതി രചിച്ചതാരാണ്? ബ്രഹ്മവിദ്യാപഞ്ചകം ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് കേട്ടോ. ബ്രഹ്മവിദ്യാപഞ്ചകം എന്ന കൃതി ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. എട്ടാമത്തെ ചോദ്യം, അധകൃതർ, ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KP വള്ളോനാണ് കേട്ടോ. KP വള്ളോനാണ്. ഏതൊക്കെയാണ്? അധകൃതരുണ്ട്, അതുപോലെ തന്നെ ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് KP വള്ളോനാണ്. ഒൻപതാമത്തെ ചോദ്യം, മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാര്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പത്താമത്തെ ചോദ്യം, 1917 ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹേബ പട്ടം നൽകി ആദരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം. അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. അയ്യത്താൻ ഗോപാലൻ. അടുത്ത ചോദ്യം, പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം കുറുമ്പൻ ദൈവത്താനാണ് കേട്ടോ. 12ാമത്തെ ചോദ്യം, 1917 ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവാര്? നോക്കണേ, ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന് 1917 തുടക്കം കുറിച്ച നേതാവ് ആരാണ് ചോദിച്ചാൽ മിതവാദി സി കൃഷ്ണനാണ് കേട്ടോ. മിതവാദി സി കൃഷ്ണൻ. 13ാമത്തെ ചോദ്യം, PSC രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏത്? PSC രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. 14ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്നതാണ് ചോദ്യം. 14 ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. GP പിള്ളയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 15ാമത്തെ ചോദ്യം, ആത്മബോധോദയ സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് എന്നതാണ് ശുഭാനന്ദ ഗുരുദേവനാണ് കേട്ടോ. ശുഭാനന്ദ ഗുരുദേവൻ. 16ാമത്തെ ചോദ്യം, പട്ടിണി ജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലന്റെ പട്ടിണി ജാഥ എന്ന കാര്യം ഓർത്തു വെക്കുക. പട്ടിണി ജാഥ AK ഗോപാലൻ. 17ാമത്തെ ചോദ്യം, കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാസഭ പാർട്ടിയിൽ ചേർന്ന കേരളത്തിലെ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ C കേശവനാണ് കേട്ടോ. C കേശവൻ. 18ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 എന്ന കാര്യം ഓർത്തുവെക്കുക. നിവർത്തന പ്രക്ഷോഭം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? IC ചാക്കോ ആണ് കേട്ടോ. IC ചാക്കോ. 20ാമത്തെ ചോദ്യം, മലയാളി അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയലുകൾ സമർപ്പിക്കപ്പെട്ടത് ഏത് രാജാവിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ശ്രീമൂലം തിരുനാളാണ്. ഓപ്ഷൻ C ശ്രീമൂലം തിരുനാള്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 20 ചോദ്യങ്ങൾ നോക്കി. എത്ര എണ്ണം നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്, എത്ര എണ്ണം നിങ്ങളുടെ ഇന്ന് തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഫെബ്രുവരി 5 പിച്ച്3 അക്കാദമിയിൽ ഒരു പുതിയ ബാച്ച് LP-UPക്ക് വേണ്ടി ആരംഭിക്കുന്നുണ്ട്. 2000 രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ വിവരങ്ങൾ കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് എന്ത് ചെയ്യുക? ചുവടെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക കേട്ടോ. താങ്ക്